പ്രിയമുള്ള കുട്ടികളെ നമസ്കാരം. നിങ്ങൾക്കേവർക്കും മാസ്റ്റേഴ്സിലെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 3 ഭൂമിശാസ്ത്രത്തിലെ മൂന്നാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററിൻ്റെ പേര് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ പലതരത്തിലുള്ള വരുമാനമുണ്ട്. പലരുടെ വീടുകളിലും വരുമാനം പല രീതിയിലാണ്. ഇപ്പോൾ ചിലർക്ക് കൃഷിയിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവും, ചിലർക്ക് വീടോ മറ്റോ ഒക്കെ റെൻറ്റ് കൊടുത്തിട്ട് അതിനുള്ള വരുമാനം ഉണ്ടാവും, ചിലപ്പോൾ അച്ഛൻ്റെ വരുമാനം ഉണ്ടാവും, അമ്മയുടെ വരുമാനം ഉണ്ടാവും, സഹോദരങ്ങളുടെ വരുമാനം ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള വരുമാനമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലെ മൊത്തം വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ വീട്ടിലുള്ള വരുമാനവും ഒരേപോലെ ആയിരിക്കത്തില്ല. ഓരോ മാസത്തെ കണക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ വീട്ടിലും ഉള്ള മാസ വരുമാനം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതേപോലെ നമ്മുടെ രാജ്യത്തും പല രീതിയിൽ വരുമാനം വരുന്നുണ്ട്. കൃഷിയിൽ നിന്ന് വരുന്നുണ്ട്, വ്യവസായത്തിൽ നിന്ന് വരുന്നുണ്ട്, മറ്റ് പല മേഖലകളിൽ നിന്നും രാജ്യത്ത് വരുമാനം വരുന്നുണ്ട്. ആ വരുമാനത്തിൻ്റെ ആകെ തുകയാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് വിശദമായിട്ടാണ് അതെങ്ങനെ കണക്കാക്കും, അതിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ള ഡെഫിനിഷൻ ഇതാണ്. നാഷണൽ ഇൻകം എന്താണ്, ദേശീയ വരുമാനം എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വീട്ടിൽ പലതരത്തിൽ പല ആൾക്കാരുടെ വരുമാനം ഉണ്ടാവും ഓരോ വീടുകളിൽ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളുടെ ആകെ തുകയാണ് ആ വീട്ടിലെ വരുമാനമെങ്കിൽ നമ്മളിവിടെ പറയുന്നത് എന്താണ്, രാജ്യത്തിൻ്റെ വരുമാനത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ പ്രീവിയസ് ക്ലാസ് വി ഹാവ് ലേൺഡ് അബൌട്ട് ദ നാഷണൽ ഇൻകം, ദ ഇൻകം ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഫാമിലീസ് ആസ് വെൽ ദ സെക്യൂർ ഫോർ ദെയർ ഇൻകം. നമ്മൾ നേരത്തെ ഒരു ചാപ്റ്ററിൽ ഓരോ വീട്ടിലുള്ള വരുമാനത്തിനെക്കുറിച്ചും വ്യക്തികളുടെ കുടുംബങ്ങളിൽ കിട്ടുന്ന വരുമാനത്തിനെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ഇൻകം ഏൺഡ് ബൈ ദ മെമ്പേഴ്സ് ഓഫ് ഫാമിലി ബ്രോട്ട് ഡിഫറെൻറ്റ് സോഴ്സസ് ഡ്യൂറിങ് എ ഇയർ ഈസ് ദ ആനുവൽ ഇൻകം ഓഫ് ദാറ്റ് ഫാമിലി. അപ്പോൾ ഒരു കുടുംബത്തിൽ പല മേഖലകളിൽ കൂടി ഒരു വർഷം ലഭിക്കുന്ന ആകെ തുകയാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം. അത് മാസത്തിലാണെങ്കിൽ മാസ വരുമാനം എന്ന് നമ്മൾ പറയും. അതേപോലെ the total income received by a country in 1 year, it's a national income. ഇതെനിക്ക് ഒരു രാജ്യത്ത് കിട്ടുന്ന ഒരു വർഷം ലഭിക്കുന്ന വരുമാനമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഏൺഡ് ഫ്രം ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എ കൺട്രി ഡ്യൂറിങ് എ ഇയർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, നാഷണൽ ഇൻകം ഈസ് ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി അറ്റ് എ പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് വരുമാനം കിട്ടുന്ന 3 സോഴ്സിൽ കൂടിയാണ്, 3 മേഖലകളിൽ കൂടിയാണ്. അതിലൊന്ന് അഗ്രികൾച്ചർ സെക്ടർ, മറ്റൊന്ന് ഇൻഡസ്ട്രിയൽ സെക്ടർ, പിന്നെ ഒന്ന് സർവീസ് സെക്ടർ. ഈ 3 നമുക്ക് വേറൊരു പേരിലും പറയാം. അഗ്രികൾച്ചർ സെക്ടർ അല്ലെങ്കിൽ അതിനെ പ്രൈമറി സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ, സർവീസ് സെക്ടർ അല്ലെങ്കിൽ അതിനെ നമുക്ക് ടേർഷ്യറി സെക്ടർ. ഇങ്ങനെ 3 മേഖലകളായിട്ട് നമുക്ക് തരംതിരിക്കാം. അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ. അപ്പോൾ ഈ മേഖലകളിൽ നിന്നും എല്ലാത്തിനും കൂടി കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാം? വൈ ഡു വി കാൽക്കുലേറ്റ് നാഷണൽ ഇൻകം? എങ്ങനെ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാം? ഇപ്പോൾ നാഷണൽ ഇൻകം ഈസ് ഹെൽപ്ഫുൾ കാൽക്കുലേറ്റിംഗ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് എ കൺട്രി. നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ വരുമാനം എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ആ രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയൂ. അല്ലെങ്കിൽ രാജ്യം വികസനത്തിൻ്റെ പാതയിലാണോ അല്ലയോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ എന്ന് മനസ്സിലാക്കണം ദേശീയ വരുമാനം നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ പല രാജ്യത്തിൻ്റെയും നാഷണൽ ഇൻകം കൊടുത്തിട്ടുണ്ട്. USA, ചൈന, ജപ്പാൻ, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം, ഫ്രാൻസ്, ഇന്ത്യ, ഇറ്റലി, ബ്രസീൽ. അപ്പോൾ ഇതെല്ലാ രാജ്യങ്ങളും ഇപ്പം 10, 13, 14 അങ്ങനെ പല വർഷങ്ങളിലുള്ളത് കൊടുത്തിട്ടുണ്ട് ഡോളറിൽ. അപ്പോൾ ഈ ഓരോ രാജ്യത്തിൻ്റെയും വരുമാനം വ്യത്യസ്തമാണ്. അപ്പോൾ അതിൽ നിന്ന് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ നമുക്ക് ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ കഴിയും. ഓക്കെ, അപ്പം നമുക്കിനി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ലക്ഷ്യങ്ങളാണുള്ളത്? നിങ്ങളിപ്പോൾ പഠിക്കുന്നതിന് പല ലക്ഷ്യങ്ങളുണ്ട്. അപ്പോൾ അതേപോലെ ഇവിടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനും പല ലക്ഷ്യങ്ങളുണ്ട്. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ? അതിൽ ഒന്നാമതായിട്ട് പറയാൻ പറ്റുന്നത് കമ്പയർ ടു അതർ കൺട്രീസ്. നേരത്തെ നമ്മൾ ടേബിളിൽ കാണിച്ചില്ലേ, അതായത് മറ്റ് രാജ്യങ്ങളിലെ നാഷണൽ ഇൻകമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണം, നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ മാർക്ക് വെച്ച് മറ്റു കുട്ടികളുടെ മാർക്ക് നിങ്ങളുടെ പാരൻസൊക്കെ കമ്പയർ ചെയ്യാറില്ലേ.
അപ്പോൾ അത്തരത്തിൽ കമ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്ന് അറിയണം. അതേപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മറ്റു രാജ്യങ്ങളുടെ ദേശീയ വരുമാനമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയൂ. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത്തിൽ ഒന്നാമതായിട്ട് പറയാൻ കഴിയുന്നത് കമ്പയർ ടു അതർ കൺട്രീസ്, മറ്റു രാജ്യങ്ങളുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യുക. രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ കഴിയും ടു അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ ദ എക്കോണമി. ഓരോ മേഖലകളും എത്രമാത്രമാണ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ സംഭാവന നൽകിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഈ കണക്ക്, ദേശീയ വരുമാന കണക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. ടു അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ ദ എക്കോണമി, ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഒരു എന്തുമാത്രം ആൾക്കാരാണ് സംഭാവന നൽകിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ ദേശീയ വരുമാനം കണക്ക് അറിഞ്ഞിരിക്കണം. അടുത്ത പോയിന്റ്, ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കണമെങ്കിൽ ദേശീയ വരുമാനം അറിഞ്ഞിരിക്കണം. ടു ഹെൽപ്പ് ദ ഗവൺമെൻറ് ഇൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ഡിഫറെൻറ്റ് പ്രോജക്റ്റ്. പല പദ്ധതികളും ആവിഷ്കരിക്കണമെങ്കിലും നടപ്പിലാക്കണമെങ്കിലും ഗവൺമെൻറ്റിന് ഈ പറയുന്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കണമെങ്കിലും ഗവൺമെൻറ്റിന് എന്ത് അറിഞ്ഞിരിക്കണം? ദേശീയ വരുമാനം അറിഞ്ഞിരിക്കണം. ടു ഫൈൻഡ് ഔട്ട് ദ ലിമിറ്റേഷൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ലൈക്ക് പ്രൊഡക്ഷൻ, കൺസംഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഉൽപ്പാദനം, ഉപഭോഗം, വിതരണം തുടങ്ങിയ 3 മേഖലകളിലെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് അതെന്തൊക്കെയാണ്? അതിൻ്റെ നേട്ടങ്ങൾ, കോട്ടങ്ങൾ. ഉൽപ്പാദനം, ഉപഭോഗം, വിതരണം തുടങ്ങിയ മേഖലകളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കിയാലേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം? എന്തൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്? അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു കമ്പയർ ടു അതർ കൺട്രീസ്. പിന്നെ ഈ പറഞ്ഞ പോയിന്റ്, ടു അസസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഇൻ ദ എക്കോണമി, ടു സ്റ്റഡി ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദ എക്കോണമി, to help the government in planning and implementing different projects, to find out the limitations and advantages of economic activities like production, consumption and distribution. ഇനി അടുത്തത് സം ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ ചില അടിസ്ഥാന ഘടകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിന് നമുക്ക് ചില ഘടകങ്ങളുടെ സഹായത്താലാണ് നമുക്ക് നാഷണൽ ഇൻകം കണക്കാക്കാൻ കഴിയുന്നത്. അതിലൊന്നാണ് GNP അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ NNP, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. പിന്നെ ഉള്ളതൊന്നാണ് പെർ ക്യാപിറ്റ ഇൻകം. ഇങ്ങനെ ഈ 4 ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട നാഷണൽ ഇൻകത്തിൻ്റെ കോൺസെപ്റ്റുകൾ എന്നാണ് പറയുന്നത്, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. അതിൽ ആദ്യത്തെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, മൊത്ത ദേശീയ ഉൽപ്പന്നം. Then it is calculated on the basis of final goods and services produced in a country. ഒരു രാജ്യത്തെ അന്തിമ സാധന സേവനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The products that are available for consumption are called final product. നമ്മളിപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ അല്ലെങ്കിൽ ദ പ്രോഡക്ട്സ് ദാറ്റ് അവൈലബിൾ ഫോർ ദ കൺസംഷൻ ആർ കാൾഡ് ഫൈനൽ പ്രോഡക്റ്റ്. നമുക്ക് അന്തിമമായി ഒരു രാജ്യത്ത് ഉപയോഗപ്പെടുത്തുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഫുഡ് ഐറ്റംസ്, അതൊക്കെ ഫൈനൽ പ്രോഡക്റ്റാണ്. അത് നമ്മൾ പിന്നെ വേറൊരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നില്ല, അത് അവസാനമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അന്തിമ ഉൽപ്പന്നങ്ങളെന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് നമ്മളിവിടെ പറയുന്നത് മാനുഫാക്ചർ ഓഫ് ഷർട്ട്. ഇവിടെ ഒരു ഷർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. യൂസിങ് റാ മെറ്റീരിയൽസ് സച്ച് ആസ് ക്ലോത്ത്, ത്രെഡ് ആൻഡ് ബട്ടൺസ്. നമ്മൾ ബട്ടൺസും നൂലും തുണിയൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഷർട്ട് തയ്ക്കുന്നത്, ഷർട്ട് തുന്നുന്നത്. ഹിയർ ദ ഷർട്ട് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ്. അപ്പോൾ ഷർട്ട് നമ്മൾ നമ്മുടെ അളവിന് തച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൈനൽ പ്രോഡക്റ്റ് ആണ്. ദെൻ ദ മണി വാല്യൂ ഓഫ് ഫൈനൽ പ്രോഡക്ട്സ് ഈസ് ടേക്കൺ ദ അക്കൗണ്ട് ഓഫ് കാൽക്കുലേറ്റിംഗ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് GNP. അതിൻ്റെ ഈ പറയുന്ന സാധനങ്ങളുടെ ആയിരുന്നാലും അതിൻ്റെ അന്തിമ വിലയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. While calculating money value of the shirt is value of the raw materials such as buttons and cloth are included. ഇപ്പം നമ്മളൊരു 500 രൂപ കൊടുത്ത് ഷർട്ട് മേടിക്കുന്നു. ഈ 500 രൂപ എന്ന് പറയുന്ന ഷർട്ടിനകത്ത് അതാണ് അതിൻ്റെ ഫൈനൽ വില, അതിൻ്റെ ഫൈനൽ വാല്യൂ അതാണ്. ആ 500 രൂപയ്ക്കകത്ത് അതിൻ്റെ ക്ലോത്തിൻ്റെ പൈസ ഉണ്ടാവും, അതിൻ്റെ ത്രെഡിൻ്റെ പൈസ ഉണ്ടാവും, അതിൻ്റെ ബട്ടൺസിൻ്റെ പൈസ ഉണ്ടാവും, അതിൻ്റെ സ്റ്റിച്ചിങ് കോസ്റ്റ് ഉണ്ടാവും, എല്ലാം കൂടി പാക്കിങ്ങും എല്ലാം കൂടി ചേർത്തുള്ള എമൗണ്ടാണ് നമ്മൾ ഈ കൊടുക്കുന്ന 500 രൂപ. 500 രൂപ എന്ന് പറയുന്നത് അതിൻ്റെ GNP ആണെന്ന് നമുക്ക് പറയാം. So thus the money value of final goods and services produced in the gross national product. ഇപ്പം മണി വാല്യൂ എന്ന് പറയുന്നത് ഇസ് ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഒരു രാജ്യത്തിൽ അന്തിമമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GNP എന്ന് പറയുന്നത്. ഇപ്പോൾ GNP ഓഫ് ദ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ് എ പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ.
GNP കണക്കാക്കുന്ന ഒരു സാമ്പത്തിക വർഷത്തിന് അകത്താണ്. ഇൻ ഇന്ത്യയിൽ നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April to 31st March. നമ്മുടെ രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1 തുടങ്ങി അടുത്ത മാർച്ച് 31 അവസാനം. അപ്പോൾ നമ്മൾ GNP കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ GNP എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോഡക്ട്സ് ദാറ്റ് ആർ അവൈലബിൾ GNP എന്ന് പറഞ്ഞാൽ ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ദ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ദെൻ GNP ഓഫ് എ കൺട്രി ഈസ് കാൽക്കുലേറ്റഡ് പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ GNP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ GNP നമ്മൾ കണക്കാക്കുന്നത് എന്നാണ് 1st April to 31st March. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ഫസ്റ്റ്, അതായത് ഇപ്പോൾ 2020-21 ഫിനാൻഷ്യൽ ഇയർ ആണ്. എന്ന് പറഞ്ഞാൽ അത് ആരംഭിച്ചത് 2020 ഏപ്രിൽ 1 ആരംഭിച്ച് ഇനി അവസാനിക്കുന്ന 2021 മാർച്ച് 31 അവസാനിക്കും. അതാണ് ഒരു ഫിനാൻഷ്യൽ, നമ്മളെ കലണ്ടർ ഇയർ കണക്കല്ല ഫിനാൻഷ്യൽ ഇയർ. കലണ്ടർ ഇയർ ജനുവരി തൊട്ട് ഡിസംബർ വരെയാണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ മുതൽ അടുത്ത മാർച്ച് വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതൊരു കോൺസെപ്റ്റാണ്. നെക്സ്റ്റ് നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞ GNP, അതൊരു കോൺസെപ്റ്റാണ്. ഇനി അടുത്ത പറയാൻ പോകുന്നത് GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം ടു അനലൈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥ നൽകിയ വിവിധ മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ GDP കണക്കാക്കുന്നത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കോൺസെപ്റ്റ് ഓഫ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ദ GDP ഓഫ് എ കൺട്രി ഈസ് എന്താണ് GDP എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്? ദ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ എ ഡൊമസ്റ്റിക് ടെറിട്ടറി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയറിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു, 1st April to 31st March ആണ് ഫിനാൻഷ്യൽ ഇയർ. അതിനകത്ത് ഒരു രാജ്യത്തിൻ്റെ ടെറിട്ടറിക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വിദേശ രാജ്യത്തു നിന്നുള്ള വരുമാനമൊന്നും ഇതിൽ കൂട്ടത്തില്ല. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ഒരു വർഷത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധന സേവനങ്ങളുടെ വാല്യൂ കണക്കാക്കി ദേശീയ വരുമാനം കണക്കാക്കാൻ സഹായിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ GDP ഓഫ് എ കൺട്രി ഈസ് ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഡ്യൂറിങ് എ ഫിനാൻഷ്യൽ ഇയർ. ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GDP അല്ലെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം. ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ്, രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിക്കുള്ളിലാണ് നടക്കുന്നത്. സോ the income of people working abroad and the profit of institutions and firms operating abroad will not be included while the calculating gross domestic product. gross domestic product കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വിദേശ രാജ്യത്തു നിന്നുള്ള വരുമാനമോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളിലോ മറ്റുള്ള പ്രോഫിറ്റോ ഒന്നും തന്നെ ദേശീയ വരുമാനത്തിൽ കൂട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ GDPയിൽ നമ്മൾ കൂട്ടുന്നില്ല. എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലുള്ള വരുമാനം മാത്രമേ എടുക്കുന്നുള്ളൂ. സോ ഫോർ എക്സാമ്പിൾ, സപ്പോസ് ആൻ ഇന്ത്യൻ ഫെയിംസ് ഓപ്പറേറ്റ്സ് ഇൻ അമേരിക്ക. ഇപ്പോൾ ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ഇന്ത്യൻ സംരംഭം അമേരിക്കയിൽ പ്രവർത്തിക്കുകയാണെന്ന് വിചാരിക്കുക. ദ പ്രോഫിറ്റ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിൽ ബി ഇൻക്ലൂഡഡ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓഫ് അമേരിക്ക ബട്ട് ദ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ ആ രാജ്യത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് പ്രോഫിറ്റ് എന്ന് പറയുന്ന അമേരിക്കയുടെ കണക്കിലാണ് പെടുത്തുന്നത്, ഇന്ത്യയുടെ കണക്കിൽ പെടുത്തുന്നില്ല. ഇന്ത്യയുടെ ആഭ്യന്തര അതിർത്തിക്കുള്ളിലാണെങ്കിൽ മാത്രമേ അത് ഇന്ത്യയുടെ കണക്കിൽ പെടുത്താൻ നമുക്ക് കഴിയുള്ളൂ. That is to say, while calculating GDP of India, such an income will be excluded. ഇപ്പം രാജ്യത്തിൻ്റെ വരുമാനം, ദേശീയ വരുമാനം കണക്കാക്കുന്നതിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് GDP എന്ന് പറയുന്നത്. അടുത്ത NNP അല്ലെങ്കിൽ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പം പറയുകയാണ്, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു സൈക്കിൾ വാങ്ങിക്കുന്നു എന്ന് വയ്ക്കുക. നിങ്ങൾ 5000 രൂപ കൊടുത്തൊരു സൈക്കിൾ വാങ്ങിച്ചു 2 വർഷം മുമ്പ്, 2018 ഒരു സൈക്കിൾ വാങ്ങിച്ചു. സൈക്കിളിൻ്റെ വില 5000 രൂപ. നിങ്ങൾ ആ സൈക്കിൾ 2 വർഷം ഉപയോഗിച്ചിട്ട് നിങ്ങളിപ്പോൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 3000 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എത്ര രൂപ കുറവ് വരുന്നു? 2000 രൂപ അല്ലേ? അപ്പോൾ അതിൻ്റെ മൊത്തം വില അല്ലെങ്കിൽ അതിൻ്റെ GNP, അതിൻ്റെ മൊത്തം സാധനത്തിൻ്റെ വില എത്രയായിരുന്നു? 5000 രൂപ. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്തു? നിങ്ങളതിൻ്റെ ഈ 2 വർഷം ഉപയോഗിച്ചപ്പോൾ കുറേ സാധനങ്ങൾ തേയ്മാനം സംഭവിച്ചു. അതുകൊണ്ട് തേയ്മാന ചിലവ് അല്ലെങ്കിൽ ഡിപ്രീഷിയേഷൻ ചാർജ് എന്നുള്ള രീതിക്ക് 2000 രൂപ കുറഞ്ഞാണ് നിങ്ങൾക്കിപ്പോൾ 3000 രൂപ കയ്യിൽ കിട്ടിയത്. ആ 3000 ഇവിടെ NNP എന്ന് പറയുന്നത്, അതായത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിനി പറയുന്നത്. അപ്പോൾ ഇഫ് യു പർച്ചേസ് എ കമ്പ്യൂട്ടർ, ഇവിടെ കമ്പ്യൂട്ടറാണ് ഉദാഹരണമായിട്ട് പറയുന്നത്, ആൻഡ് സെൽ ഇൻ നെക്സ്റ്റ് ഇയർ, നിങ്ങളൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ച് അടുത്ത വർഷം വിൽക്കുന്നു എന്ന് വിചാരിക്കുക. വിൽ യു ഗെറ്റ് ദ സെയിം എമൗണ്ട് ദാറ്റ് യു സ്പെൻഡ് വൈൽ പർച്ചേസിങ്? നിങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ കൊടുത്ത അത്രയും വില നിങ്ങൾക്ക് പിന്നെ കൊടുക്കുമ്പോൾ കിട്ടുമോ? ഇല്ല.
എന്തുകൊണ്ടാണ്? സിമിലർലി വിത്ത് ദ ടൈം, ആ സമയം പഴക്കമുള്ളത് കൊണ്ട് മെഷീനറി ആൻഡ് അതർ തിങ്സ് സഫർ ഫ്രം വിയർ ആൻഡ് ടിയർ, മെഷീനറിക്കും മറ്റു സാധനങ്ങൾക്കൊക്കെ തേയ്മാനം സംഭവിക്കും. ദ കോസ്റ്റ് ഇൻക്ലൂഡ് ദ റെമഡി ഫോർ ദിസ് വിയർ ആൻഡ് ടിയർ ഈസ് ടേംഡ് ആസ് ഡിപ്രീസിയേഷൻ ചാർജസ്. ഇങ്ങനെ സംഭവിക്കുന്ന ചാർജസിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ തേയ്മാന ചിലവ് എന്ന് പറയുന്നത്. ദ ഡിപ്രീസിയേഷൻ ചാർജസ് ആർ ടേക്കൺ ടു ദ കൺസിഡറേഷൻ വൈൽ കാൽക്കുലേറ്റിംഗ് ദ നാഷണൽ ഇൻകം. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഈ ഡിപ്രീസിയേഷൻ ചാർജസ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. അത് കുറച്ചിട്ടാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. കാരണം ഈ സൈക്കിൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ നമ്മൾ 2018 മേടിച്ചപ്പോൾ അതിൻ്റെ അന്നത്തെ വിലയല്ല നമ്മളിപ്പോൾ ഈ 2020 അതിൻ്റെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം അതിന് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. വെൻ വി ഡിഡക്റ്റ് ദ ഡിപ്രീസിയേഷൻ ചാർജസ് ഫ്രം ദ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, അപ്പോൾ നമ്മളിത് ആദ്യത്തെ ആ വിലയിൽ നിന്നും നമ്മളതിൻ്റെ ഡിപ്രീസിയേഷൻ ചാർജസ് അല്ലെങ്കിൽ തേയ്മാന ചിലവുകൾ കുറയ്ക്കുന്നു. അങ്ങനെ വരുമ്പോൾ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് നമുക്ക് ഇങ്ങനെ പറയാം, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചാർജസ്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ സൈക്കിളിൻ്റെ കാര്യം തന്നെ എടുത്ത് 5000 രൂപ, 5000 എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആയിരുന്നു. അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ ചാർജ് 2000 രൂപ കുറഞ്ഞു, ബാക്കി നമുക്ക് കിട്ടിയ 3000. 3000 ആണ് ഇവിടെ NNP എന്ന് പറയുന്നത്. ഇപ്പോൾ NNP ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചാർജസ്. NNP ഈസ് ഈക്വൽ ടു ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ ചാർജസ്. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്. ഇനി അടുത്ത ഒരു കോൺസെപ്റ്റാണ് പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം. അപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു വർഷം കിട്ടുന്ന ശരാശരി വരുമാനമാണ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, പെർ ക്യാപിറ്റ ഇൻകം ഈസ് ദ ആവറേജ് പെർ പേഴ്സൺ ഇൻ നാഷണൽ ഇൻകം എന്ന് പറയാം. അപ്പോൾ വെൻ വി ഡിവൈഡ് ദ നാഷണൽ ഇൻകം ബൈ പോപ്പുലേഷൻ, ഇത് നമ്മൾ കണക്കാക്കുന്നത് ദേശീയ വരുമാനത്തിനെ ജനസംഖ്യ കൊണ്ട് ഭാഗിച്ചാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത്. ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പം പറയാം, ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൊത്തം ദേശീയ വരുമാനം 100 കോടിയാണെന്ന് വയ്ക്കുക. അപ്പോൾ അവിടെ ഉള്ള ജനസംഖ്യ എത്രയുണ്ട്, അത്രയും ജനസംഖ്യ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് എത്ര കിട്ടുന്നു എന്നറിയാം. ആ കിട്ടുന്ന വരുമാനമാണ് അയാളുടെ പ്രതിശീർഷ വരുമാനം. വി ഗെറ്റ് പെർ ക്യാപിറ്റ ഇൻകം ഇറ്റ് ഹെൽപ്പ് ടു ഹൗ എക്കണോമിക് പൊസിഷൻ ഓഫ് ദ കൺട്രി ആൻഡ് കമ്പയർ വിത്ത് അതർ കൺട്രീസ്. പെർ ക്യാപിറ്റ ഇൻകം വഴി നമുക്ക് രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രമാത്രമാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ പെർ ക്യാപിറ്റ ഇൻകം സഹായിക്കും. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം ഈസ് ഈക്വൽ ടു നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് എങ്ങനെ കണക്കാക്കാം? നാഷണൽ ഇൻകം ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ദേശീയ വരുമാനത്തിനെ ജനസംഖ്യ കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർ ക്യാപിറ്റ ഇൻകം കിട്ടും. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞതെല്ലാം കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം ആണ്. ഏതൊക്കെയാണ് ആ കോൺസെപ്റ്റുകൾ? GNP, GDP, NNP, പെർ ക്യാപിറ്റ ഇൻകം അല്ലെങ്കിൽ PCI. ഇപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ എന്താണ്? GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, രണ്ടാമത് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അടുത്ത NNP നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്, പിന്നെ PCI അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം. ദീസ് ആർ ദ കോൺസെപ്റ്റ്സ് ഓഫ് നാഷണൽ ഇൻകം. ഇതെല്ലാം ഏതിൻ്റെ കോൺസെപ്റ്റുകളാണ്? ദേശീയ വരുമാന ഗണനത്തിൻ്റെ കോൺസെപ്റ്റുകളാണെന്ന് പറയാം. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് ഹൗ ടു കാൽക്കുലേറ്റ് ദ നാഷണൽ ഇൻകം. എങ്ങനെ നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കാൻ കഴിയും? ദേശീയ വരുമാനം കണക്കാക്കുന്ന മെത്തേഡുകൾ എങ്ങനെയൊക്കെയാണ്? നമുക്കറിയാം, ഒരു രാജ്യത്തിൻ്റെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ, ഒരു എക്കണോമിക് പ്രോസസ്സ് നടത്തണമെങ്കിൽ അവിടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആവശ്യമാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇതൊക്കെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്. അപ്പോൾ അവ ഓരോന്നും പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഏർപ്പെടുമ്പോൾ അവയ്ക്ക് പ്രതിഫലം കിട്ടാറുണ്ട്. ഇപ്പോൾ ലാൻഡിന് റെൻറ്റ്, ലേബറിന് വേജസ്, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ്, ഓർഗനൈസേഷന് പ്രോഫിറ്റ്, ഇങ്ങനെ ഓരോരുത്തർക്കും റിസൾട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലം കിട്ടാറുണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന പ്രധാനപ്പെട്ട മെത്തേഡുകൾ 3 എണ്ണമാണ്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പം ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഉൽപ്പാദന രീതി, വരുമാന രീതി, ചിലവ് രീതി, ഇങ്ങനെ നമുക്ക് 3 രീതി അനുസരിച്ച് പറയാം. ആദ്യത്തെ മെത്തേഡ് പ്രോഡക്റ്റ് മെത്തേഡ്. അണ്ടർ ദ പ്രോഡക്റ്റ് മെത്തേഡ് ദ നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബൈ ദ ആഡിംഗ് അപ്പ് ദ മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി സെക്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞു അഗ്രികൾച്ചർ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, സർവീസ് സെക്ടർ, ഇങ്ങനെ 3 സെക്ടറാണ് ഒരു രാജ്യത്തിൻ്റെ വരുമാനം കിട്ടുന്ന 3 മേഖലകൾ. അതിൽ അഗ്രികൾച്ചർ സെക്ടറിനെ നമ്മൾ പ്രൈമറി സെക്ടർ എന്നും, ഇൻഡസ്ട്രിയൽ സെക്ടറിനെ നമ്മൾ സെക്കൻഡറി സെക്ടർ എന്നും, സർവീസ് സെക്ടറിനെ നമ്മൾ ടേർഷറി സെക്ടർ എന്നും പറയും. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് നമുക്ക് ദേശീയ വരുമാനം കണക്കാക്കണമെങ്കിൽ ഈ പറയുന്ന പ്രൈമറി സെക്ടർ പ്ലസ് സെക്കൻഡറി സെക്ടർ പ്ലസ് ടേർഷറി സെക്ടർ ഇസ് ഈക്വൽ ടു പ്രോഡക്റ്റ് മെത്തേഡ്, അല്ലെങ്കിൽ അതനുസരിച്ച് നാഷണൽ ഇൻകം കണക്കാക്കുന്ന മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് പറയണമെങ്കിൽ ഇപ്പോൾ പ്രൈമറി സെക്ടറിൽ നിന്ന് 100 കോടി രൂപയും സെക്കൻഡറി സെക്ടറിൽ നിന്ന് 100 കോടി രൂപയും ടേർഷറി സെക്ടറിൽ നിന്ന് 100 കോടിയും കിട്ടിക്കഴിഞ്ഞാൽ മൊത്തം 300 കോടിയാണ് അവിടുത്തെ ദേശീയ വരുമാനം. അത് നമുക്ക് എങ്ങനെ കണക്കാക്കാം? ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഈസ് ഈക്വൽ ടു പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ പ്രാഥമിക മേഖല അധികം സെക്കൻഡറി സെക്ടർ അല്ലെങ്കിൽ ദ്വിതീയ മേഖല അധികം
ടേർഷ്യറി സെക്ടർ അല്ലെങ്കിൽ തൃതീയ മേഖല. അപ്പോൾ അതിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ടോട്ടൽ എടുത്ത് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ വരുമാന രീതി. നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ ഉൽപ്പാദന ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു. ആ ഉൽപ്പാദന ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇൻകം മെത്തേഡാണ്. ദേശീയ വരുമാനം കണക്കാക്കുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ഇൻകം മെത്തേഡ്. അപ്പോൾ ഇൻകം മെത്തേഡ് അനുസരിച്ച് നമ്മൾ പറയുന്നത് ഇസ് എ റിവാർഡ് റിസീവ്ഡ് ഫോർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപ്പാദന ഘടകങ്ങൾ കിട്ടുന്ന പ്രതിഫലത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ദ റിവാർഡ് റിസീവ്ഡ് ഫോർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇൻ ഇൻകം മെത്തേഡ് നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? നാഷണൽ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. ഇത് ഓരോന്നിനും കിട്ടുന്ന റിവാർഡ് അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വിച്ച് ആർ ദ റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ദിസ് മെത്തേഡ് ഈസ് ഹെൽപ്ഫുൾ ഇൻ അനലൈസിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ നാഷണൽ ഇൻകം. രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലെ ഓരോ ഘടകങ്ങൾ എന്തുമാത്രം വരുമാനമാണ് നൽകുന്നത് അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ എത്രയൊക്കെയാണെന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇൻകം മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അടുത്തത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ചിലവ് രീതി. ഇതിൽ ഒരു രാജ്യത്ത് ചിലവ് നടത്തുന്ന രണ്ട് പേരാണ്. ഒന്ന് ഗവൺമെൻറ്റും മറ്റൊന്ന് ഇൻഡിവിജ്വൽസ് ഓർ ഫെയിംസ് ആണ്. അപ്പോൾ ഒരു രാജ്യത്ത് ചിലവ് നടത്തുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. The expenditure method is used to estimate national income by calculating the expenditure occurred by individuals, firms and government. വ്യക്തികളോ സംരംഭങ്ങളോ അതേനൊക്കെ തന്നെ ഗവൺമെൻറ്റോ ചിലവാക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇയറിൽ ചിലവാക്കുന്ന സാമ്പത്തിക ചിലവുകളെ അടിസ്ഥാനപ്പെടുത്തി ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. In economics, just like a consumption expenditure, investment is also considered as an expenditure. Then the sum on the consumption expenditure, investment expenditure and government expenditure given the total expenditure. അപ്പം തന്നെ നമ്മൾ ഇതനുസരിച്ച് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് ഈ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ വ്യക്തികളോ അല്ലെങ്കിൽ സംരംഭങ്ങളോ ചിലവാക്കുന്ന തുകകളെ അടിസ്ഥാനപ്പെടുത്തി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡുകളാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ വാട്ട് ആർ ദ ഡിഫറൻറ്റ് മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രോഡക്റ്റ് മെത്തേഡ് ഈസ് ഈക്വൽ ടു പ്രൈമറി സെക്ടർ പ്ലസ് സെക്കൻഡറി സെക്ടർ പ്ലസ് ടെർഷ്യറി സെക്ടർ. ഇൻകം മെത്തേഡ് അനുസരിച്ച് പറഞ്ഞാൽ ഈ ഓരോന്നിന് കിട്ടുന്ന റിവാർഡ്, അതായത് റെൻറ്റ് പ്ലസ് വേജസ് പ്ലസ് ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ പ്ലസ് ഇൻഡിവിജ്വൽസ് ഓർ ഫെയിംസ് എക്സ്പെൻഡിച്ചർ. അങ്ങനെ ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതികൾ. ഇനി നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ള ഡിഫിക്കൽട്ടീസ് ആണ്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിലുള്ളത്? ദേശീയ വരുമാന ഗണനത്തിലുള്ള പരിമിതികൾ എന്തെല്ലാം? പ്രധാനമായിട്ടും നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി എന്ന് പറയുന്ന ഒഫീഷ്യൽ ഏജൻസി എന്ന് പറയുന്നത് CSO ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് അല്ലെങ്കിൽ ദേശീയ സ്ഥിതിവിവര സംഘടനയാണ് ഈ ദേശീയ വരുമാന ഗണന നടത്തുന്നത്. അപ്പോൾ അത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ജനങ്ങളിൽ നിന്നുള്ള ഡേറ്റാസിനെ ബേസ് ചെയ്താണ് ഈ കാൽക്കുലേഷൻ നടത്തുന്നത്. അപ്പോൾ അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. പബ്ലിക് കിട്ടുന്ന അവർ കൊടുക്കുന്ന ഇൻഫർമേഷൻസിലുണ്ടാകുന്ന എറേഴ്സ് അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന തെറ്റുകൾ ദേശീയ വരുമാന ഗണനത്തിലും വ്യത്യാസം വരുത്തുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ് ഇതുമൂലം ഉള്ളത്? ഒന്നാമത്തത് ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ക്രിയേറ്റ്സ് എ ഡിഫിക്കൽറ്റി ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വിശ്വസനീയമായിട്ടുള്ളതല്ല എങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അതുവഴി കിട്ടുന്ന ദേശീയ വരുമാനവും തെറ്റായിരിക്കാം. ലാക്ക് ഓഫ് റിലയബിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റാസ് ക്രിയേറ്റ്സ് ഡിഫിക്കൽറ്റി ഇൻ എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ഒന്നാമത്തെ പ്രോബ്ലമാണ്. രണ്ടാമതായിട്ട് ദെയർ ഈസ് എ ചാൻസ് ഇൻ ദ കാൽക്കുലേറ്റിംഗ് ഓഫ് മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് മോർ ദാൻ ഓൺസ്, ദാറ്റ് ഈസ് ഡബിൾ കൗണ്ടിങ് വൈൽ ദേ പാസ് ത്രൂ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ ചില ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ഉൽപ്പാദന വിതരണ പ്രക്രിയകൾക്കിടയിൽ പല പ്രാവശ്യം ചിലപ്പം കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വരാം, അല്ലെങ്കിൽ പല വർഷങ്ങൾക്കിടയിൽ കാൽക്കുലേറ്റ് ചെയ്തു എന്ന് വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സാധനത്തിൻ്റെ വാല്യൂ തന്നെ ഒന്നിലധികം പ്രാവശ്യം കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ഡബിൾ കൗണ്ടിങ് എന്നാണ് പറയുന്നത്. അത് അടുത്തൊരു പ്രോബ്ലമാണ്, ഡബിൾ കൗണ്ടിങ്. നെക്സ്റ്റ്, സർവീസ് ഓഫ് ഹൗസ് വൈഫ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എ നാഷണൽ ഇൻകം. അടുത്ത, വീട്ടമ്മമാരുടെ വരുമാനം അല്ലെങ്കിൽ വീട്ടമ്മമാരുടെ സേവനം അതൊരിക്കലും ഒരു ദേശീയ വരുമാനത്തിൽ നമ്മൾ കണക്കാക്കാറില്ല. കാരണം അവർക്ക് വീട്ടിൽ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് അതൊരു എക്കണോമിക് ആക്ടിവിറ്റി അല്ല. നേരെ മറിച്ച് ആ സ്ത്രീ മറ്റൊരു വീട്ടിൽ പോയി ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എക്കണോമിക് ആക്ടിവിറ്റിയാണ്, കാരണം അതിൽ നിന്ന് അവർക്ക് പ്രതിഫലം കിട്ടുന്നു. അതേസമയം അവരുടെ വീട്ടിൽ അവർ ജോലി ചെയ്യുകയാണെങ്കിൽ ഈസ് നോട്ട് ആൻ എക്കണോമിക് ആക്ടിവിറ്റി. സോ ദ സർവീസസ് ഓഫ് ഹൗസ് വൈഫ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ
നാഷണൽ ഇൻകം. ദേശീയ വരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സ്ത്രീകളുടെ വരുമാനം നമുക്ക് ഒരിക്കലും ദേശീയ വരുമാനത്തിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നില്ല. നെക്സ്റ്റ്, ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെൽഫ് കൺസംഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. ഇപ്പോൾ ഉദാഹരണം, ഞാൻ എൻ്റെ സ്വന്തം ആവശ്യത്തിനായിട്ട് എൻ്റെ വീട്ടിൽ കുറച്ച് പച്ചക്കറി കൃഷി ചെയ്യുന്നു. അത് ഞാൻ വിൽക്കുന്നില്ല, എൻ്റെ സ്വന്തം ആവശ്യത്തിനാണ് കൃഷി ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി മാത്രമായതുകൊണ്ട് അത് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതാണ് പറയുന്നത്, പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ഫോർ സെൽഫ് കൺസംഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. സ്വന്തം ആവശ്യത്തിനായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ ഒരിക്കലും എന്താകുന്നില്ല നാഷണൽ. ഇപ്പോൾ ഉദാഹരണം, ഞാൻ എൻ്റെ കുട്ടിക്ക് ട്യൂഷൻ പഠിപ്പിക്കുന്നു. അപ്പോൾ അത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് അവന് എൻ്റെ കുട്ടിക്ക് വേണ്ടി ആകുമ്പോൾ എന്താകുന്നില്ല, അതൊരു എക്കണോമിക് ആക്ടിവിറ്റി ആകുന്നില്ല, എനിക്ക് അവൻ്റെ നിന്ന് പൈസ മേടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു സാമ്പത്തിക പ്രവർത്തനമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ദേശീയ വരുമാനം കണക്കാക്കുന്നത്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ദേശീയ വരുമാനം കണക്കാക്കലിൽ ആ വരുമാനം കണക്കാക്കാൻ കഴിയുന്നില്ല. നെക്സ്റ്റ്, ഇഗ്നോറൻസ് ആൻഡ് ഇല്ലിറ്ററസി ഓഫ് പീപ്പിൾ ക്രിയേറ്റ്സ് പ്രോബ്ലംസ് ഇൻ കളക്ടിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ. ജനങ്ങളുടെ നിരക്ഷരതയും അജ്ഞതയും, ജനങ്ങൾക്കുണ്ടാകുന്ന അറിവില്ലായ്മ, ഈ വിവരങ്ങൾ കൊടുക്കുന്നതിൽ ചിലപ്പോൾ അവർക്ക് കൊടുക്കുന്നത് അവർ വിദ്യാഭ്യാസ കുറവുള്ള ആൾക്കാരാണെങ്കിൽ അവർ കൊടുക്കുന്ന വിവരങ്ങൾ എപ്പോഴും റിലയബിൾ ആവണമെന്നില്ല, അവർ കൊടുക്കുന്നത് വിശ്വാസയോഗ്യമാകണമെന്നില്ല. അപ്പോൾ അങ്ങനെ അവർ വിശ്വാസയോഗ്യമല്ലാത്ത വിവരങ്ങൾ കൊടുക്കുക വഴി അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റേഴ്സിലുള്ള റിലയബിലിറ്റിയിലുള്ള പ്രശ്നങ്ങൾ വളരെയധികം ഉണ്ട്. അപ്പോൾ അതും ഒരു പ്രോബ്ലമാണ്, ഇഗ്നോറൻസും ഇല്ലിറ്ററസിയും. പിന്നെ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഇൻ അസസിങ് മണി വാല്യൂ ഓഫ് സർവീസസ് ഇംപ്ലിമെൻ്റ് ആൻഡ് കറക്റ്റ് എസ്റ്റിമേഷൻ ഓഫ് നാഷണൽ ഇൻകം. ഇപ്പോൾ ചിലതിൻ്റെ നമുക്ക് ചില സേവനങ്ങളുടെ സർവീസിൻ്റെ വാല്യൂ നമുക്ക് പണത്തിൽ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡോക്ടറെ സർവീസിന് വേണ്ടി പോകുന്നു. അപ്പോൾ ചിലപ്പോൾ ഒരു ഡോക്ടറിന് 100 രൂപയായിരിക്കും, ചിലപ്പോൾ 200 രൂപയായിരിക്കും, ചിലപ്പോൾ 500 രൂപയായിരിക്കും. പക്ഷേ അപ്പോൾ അത് എല്ലാവരും ചെയ്യുന്ന ചിലപ്പോൾ ആ ഒരു സമയത്തുള്ള പർപ്പസ് ഒരേ കണക്കായിരിക്കും. പക്ഷേ അതുകൊണ്ട് തന്നെ ചില സർവീസുകളുടെ വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് വാല്യൂ ചെയ്യാൻ അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റീസ് ഉണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതോടൊപ്പം തന്നെ കൺസ്യൂമേഴ്സ് സെൽഡം മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഇൻക്ലൂഡ് ബൈ ദം. സാധാരണഗതിയിൽ ഉപഭോക്താക്കൾ ചിലപ്പോൾ അവരുടെ ചിലവുകളെല്ലാം എഴുതി സൂക്ഷിക്കാറില്ല. ഇപ്പോൾ ഉദാഹരണം, ഒരാളോട് നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ ചിലവാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഏകദേശം ഇത്ര രൂപ എന്നേ പറയുന്നുള്ളൂ, കറക്റ്റായിട്ടുള്ള എത്ര എമൗണ്ട് എന്ന് പറയുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു ആക്യുറസി ഇല്ലാത്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ ദേശീയ വരുമാനത്തിലും അത്തരത്തിലുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാറുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളതെന്ന് പറയുന്നത്, ദേശീയ വരുമാനം ഓരോ മേഖലകളിലും കൊടുക്കുന്ന കോൺട്രിബ്യൂഷനാണ്. അതായത് നാഷണൽ ഇൻകത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ്. സം ഓഫ് ഇൻകം റിസീവ്ഡ് ഫ്രം ദ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി സെക്ടേഴ്സ് കോൺട്രിബ്യൂട്ട്സ് ദ നാഷണൽ ഇൻകം ഓഫ് എ കൺട്രി. ദ ടേബിൾ ബിലോ പ്രൊവൈഡ്സ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഷെയർ ഓഫ് ദീസ് സെക്ടേഴ്സ് ടു ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പ്രൈമറി സെക്ടറിൽ നിന്നും സെക്കൻഡറി സെക്ടറിൽ നിന്നും ടേഴ്സറി സെക്ടറിൽ നിന്നും കിട്ടുന്ന കോൺട്രിബ്യൂഷൻ 2015, 16, 16, 17, 18 കിട്ടുന്നത് ഓരോന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. ഇപ്പം പ്രൈമറി സെക്ടർ ആയിരുന്നു 2015-10 ഉണ്ടായിരുന്നത്, എന്നാൽ അത് 17, 18 ആയപ്പോൾ 19.56, ഇവിടെ 20.10 ഉണ്ടായിരുന്നു. അതേസമയം ടേഴ്സറി സെക്ടർ 52.48 എന്നുള്ളത് 53.85 ആയിട്ട് കൂടി. ഇവിടെ സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി സെക്ടർ, അത് 27.2 26 കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സർവീസ് സെക്ടറാണ് ഇപ്പോൾ കൂടി നിൽക്കുന്നത്. പ്രൈമറി സെക്ടറിനെയും കാട്ടി സെക്കൻഡറി സെക്ടറിനെയും കാട്ടി ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സേവന മേഖലയിലാണ് കൂടുതൽ ആൾക്കാരും പണിയെടുക്കുന്നത് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി അടുത്ത ഒരു കാര്യം കൂടിയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്, നോളജ് സെക്ടർ, ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ. അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്, അടുത്തൊരു ടോപ്പിക്കാണ് ഗ്രോത്ത് ഓഫ് നോളജ് സെക്ടർ, അറിവധിഷ്ഠിത മേഖല എന്നാണ് എൻ്റെ മലയാളം. ഇപ്പോൾ നോളജ് ഈസ് ദ സെക്ടർ വിച്ച് എഫിഷ്യൻ്റ്ലി യൂസസ് നോളജ് ആൻഡ് ടെക്നോളജി ടു അറ്റൈൻ എക്കണോമിക് ഗ്രോത്ത്. ഇപ്പോൾ നോളജ് സെക്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അറിവധിഷ്ഠിത മേഖല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് നോളജ് സെക്ടർ. ഇപ്പോൾ നോളജ് സെക്ടർ അല്ലെങ്കിൽ അറിവധിഷ്ഠിത മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ സെക്ടർ, അതൊരു മേഖലയാണ് വിച്ച് എഫിഷ്യൻ്റ്ലി യൂസസ് നോളജ് ആൻഡ് ടെക്നോളജി, അറിവും സാങ്കേതികവിദ്യയും കൂടി ഉൾപ്പെടുത്തിയുള്ള സാമ്പത്തിക വികസനത്തിനെയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. But today, modern technology and information and communication possibilities have growth developed into the knowledge economy. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ സാങ്കേതിക വിദ്യ വളരെയധികം വളർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുവഴിയുള്ള സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഫ്രം ദ ബേസിസ് ഓഫ് നോളജ് എക്കോണമി. ഇപ്പോൾ അറിവധിഷ്ഠിത മേഖലയുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇന്നിപ്പോൾ നമുക്ക് മൊബൈലോ അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപയോഗിക്കാൻ അറിഞ്ഞൂടാത്തതായിട്ട് ആരുമില്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞൂടാത്തവരായിട്ട് ആരുമില്ല. അപ്പോൾ എഡ്യൂക്കേഷനോടൊപ്പം ഇന്നൊവേഷൻ, പുതിയ പുതിയ കണ്ടെത്തലുകൾ, പിന്നെ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി
ICT, അതായത് വിവര സാങ്കേതിക വിദ്യയുടെ വളർച്ച, ഇതെല്ലാം തന്നെ നോളജ് എക്കോണമി അല്ലെങ്കിൽ അറിവധിഷ്ഠിത മേഖലയുടെ അടിസ്ഥാനം എന്ന് പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിസ് എന്ന് പറഞ്ഞാൽ. ഏതൊക്കെയാണ് നോളജ് എക്കോണമിയുടെ ബേസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളാണ്: എഡ്യൂക്കേഷൻ, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. In knowledge economy, the production and consumption of intellectual capital take place. അപ്പോൾ ഇതുവഴി നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇനി വരുന്ന ഭാവിയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് വികസനം നമുക്ക് മുന്നിൽ കാണാൻ കഴിയുന്ന ഒരു മേഖലയാണ് ഈ നോളജ് സെക്ടർ എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള നോളജ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, ധാരാളം സ്ഥാപനങ്ങളുണ്ട് അല്ലേ. പ്രൈവറ്റ് സെക്ടറിലുമുണ്ട്, ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിലുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ നിന്ന് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടത്ത് ഇൻഫോസിസും ടെക്നോ പാർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നോളജ് ബൂം, അറിവിൻ്റെ ഒരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അറിവിൻ്റെ മേഖലയിൽ നമ്മൾ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ മൊബൈലിലായിരുന്നാലും മറ്റ് മേഖലകളിലായിരുന്നാലും നമ്മളൊരിക്കലും സ്വപ്നം പോലും കാണാത്ത തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളും നേട്ടങ്ങളുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നോളജ് ബൂം, അറിവിലുണ്ടാകുന്ന ഒരു കുതിച്ചുചാട്ടമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതുകൂടാതെ തന്നെ നമുക്കിനി ഈ പറയുന്ന ഈ നോളജ് സെക്ടറിന് ഇന്ത്യയിൽ നിന്ന് വളരെയധികം ഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നത് പല ഘടകങ്ങളും അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിൽ ഏതൊക്കെ ഘടകങ്ങളാണ് ഈ നോളജ് സെക്ടറിൻ്റെ ഗ്രോത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? വാട്ട് ഈസ് ദ ഫേവറബിൾ ഫാക്ടേഴ്സ് വിച്ച് ക്യാൻ ഹെൽപ്പ് ഇൻ ഇന്ത്യ ഗ്രോ ഫർദർ ഇൻ ദിസ് സെക്ടർ, അതായത് നോളജ് സെക്ടർ. നോളജ് സെക്ടറിൻ്റെ വളർച്ചയ്ക്ക് ഇന്ന് ഇന്ത്യയിൽ സഹായിക്കുന്ന ചില ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഹ്യൂമൻ റിസോഴ്സ് ഇൻക്ലൂഡിങ് ടെക്നിക്കൽ എക്സ്പേർട്സ് ഹൂ വെൽ വേഴ്സ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. അതായത് സാങ്കേതിക പരിജ്ഞാനമുള്ള ധാരാളം ആൾക്കാരും അതോടൊപ്പം തന്നെ ഇംഗ്ലീഷിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആൾക്കാരും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് ഇത്തരത്തിലുള്ള മേഖലകളുടെ വളർച്ചയ്ക്ക് വളരെ സഹായകരമാണ്. കാര്യം ഇതിനുള്ള അറിവുണ്ട്, അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് അവർക്ക് ഉപയോഗിക്കാനും കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള നോളജിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ദെൻ വൈഡ് ഡൊമസ്റ്റിക് മാർക്കറ്റ്. നമ്മുടെ രാജ്യത്ത് ധാരാളം ജനസംഖ്യയുണ്ട്, അതുകൊണ്ട് തന്നെ വളരെയധികം വിറ്റഴിക്കാൻ കഴിയുന്ന കമ്പോളങ്ങളുണ്ട്. ഏത് സാധനം ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാലും നല്ല രീതിയിൽ വിറ്റ് പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പിന്നെ സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ, നല്ല സുശക്തമായ സ്വകാര്യ മേഖലയുണ്ട്. എന്നാൽ പ്രൈവറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ശക്തമായിട്ട് എല്ലാത്തിലും അതിനേക്കാൾ നല്ല രീതിയിൽ കഴിവുള്ള ഉൽപ്പന്നങ്ങളും അത്രയും ഡ്യൂറബിളായിട്ടുള്ള പ്രോഡക്റ്റുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് സെക്ടറുകളുണ്ട്. അപ്പോൾ സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച. അപ്പോൾ ഇത്രയാണ് ഇന്ത്യയിലെ ഈ നോളജ് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഏതൊക്കെയാണ്? ഹ്യൂമൻ റിസോഴ്സ് ഇൻക്ലൂഡിങ് ടെക്നിക്കൽ എക്സ്പേർട്സ് ഹൂ വെയർ വെൽ വേഴ്സ്ഡ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്, വൈഡ് ഡൊമസ്റ്റിക് മാർക്കറ്റ്, സ്ട്രോങ് പ്രൈവറ്റ് സെക്ടർ, ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഈ ഫാക്ടേഴ്സാണ് ഏതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഈ പറയുന്ന നോളജ് സെക്ടർ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് നാഷണൽ ഇൻകം എന്നായിരുന്നു. നാഷണൽ ഇൻകം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്താണ്, നാഷണൽ ഇൻകത്തിൻ്റെ കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ കോൺസെപ്റ്റുകളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അടുത്ത നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിഫറൻറ്റ് മെത്തേഡ്സുകളെക്കുറിച്ച് പറഞ്ഞു. പിന്നെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻകത്തിൻ്റെ ഓരോ കോൺട്രിബ്യൂഷൻ, ഓരോ മേഖലകൾക്ക് നൽകുന്ന കോൺട്രിബ്യൂഷനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നോളജ് സെക്ടറിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ക്ലാസ്സുകളെല്ലാം വ്യക്തമായിട്ട് കേട്ട് പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ കഴിഞ്ഞിട്ട് ഇതിലുള്ള നോട്ടുകളും മറ്റുമൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ തയ്യാറാക്കുക. കാര്യം ചെറിയൊരു ചാപ്റ്ററാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലതുപോലെ വായിച്ച് പഠിക്കുക. ഓക്കെ.